നമസ്കാരം. അഘോരവിഷൻ ചാനലിന്റെ പുതിയൊരു അധ്യായത്തിലേക്ക് മാന്യ പ്രേക്ഷകർക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഈ ചാനലിലൂടെ അറിയാൻ പോകുന്ന കാര്യം സർവേശ്വര കാരകത്തുള്ള ഗ്രഹമാണ് വ്യാഴം എന്ന് നമുക്കറിയാം. ഈ വ്യാഴം പൂർണ്ണ ബലവാനായിരിക്കുന്ന സമയമാണ് ഇപ്പോൾ. ഈ പൂർണ്ണ ബലം എന്ന് പറയുമ്പോൾ ഈ ഒരു ഗ്രഹത്തിന് പൂർണ്ണ ബലമുണ്ടെങ്കിൽ ആ ഗ്രഹം നിൽക്കുന്ന ചില രാശികൾക്ക്, ആ രാശിയിൽ വരുന്ന നക്ഷത്രക്കാർക്ക് എല്ലാ ഭാഗ്യ സുഖാനുഭവങ്ങളും ലഭിക്കുമെന്നാണ് ജ്യോതിഷ വിശ്വാസപ്രകാരം പറയാനുള്ളത്. ആ ഒരു കാര്യത്തെക്കുറിച്ചാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ. നമ്മൾ ആ വിഷയത്തെക്കുറിച്ച് നോക്കാൻ പോകുകയാണ്. അപ്പോ മെയ് 14 വ്യാഴം ഇടവൻ രാശിയിൽ നിന്നും മിഥുനം രാശിയിലേക്ക് സംക്രമിച്ചിരിക്കുന്നത്. അതിനുശേഷം സൂര്യൻ മിഥുനം രാശിയിൽ വന്നതോട് കൂടിയിട്ട് വ്യാഴം മൗഢ്യത്തിലായി. ഈ ഒരു കാലഘട്ടത്തിൽ കുറച്ച് രാശിക്കാർക്ക്, അതിലെ നക്ഷത്രക്കാർക്ക് കുറച്ച് മോശം അനുഭവങ്ങൾ ജീവിതത്തിൽ വന്നിട്ടുണ്ടാകാം. ആ അനുഭവം വളരെ അവരെ ബുദ്ധിമുട്ടിച്ചിട്ടുണ്ടാവാം. അതുപോലെ തന്നെ ഭാഗികമായിട്ട് ഗുണാനുഭവങ്ങൾ ലഭിച്ചവരും ഉണ്ടാകാം. എന്തായാലും ഒരു ഗ്രഹത്തിന് മൗഢ്യം വന്നു കഴിഞ്ഞാൽ അത് നമുക്ക് ആരോഗ്യമില്ലാത്ത അവസ്ഥ എങ്ങനെയുണ്ടാവും? ഒരു ഗ്ലാസ് വെള്ളം പോലും നമുക്ക് എടുത്ത് കുടിക്കാൻ കഴിയാത്തൊരവസ്ഥ ഉണ്ടാവാം. വല്ല അസുഖം പിടിച്ചു കഴിഞ്ഞാൽ നമുക്ക് ആരോഗ്യം നഷ്ടപ്പെടും. സ്വന്തമായിട്ട് നമുക്കൊരു ഗ്ലാസ് വെള്ളം എടുത്ത് കുടിക്കാൻ പോലും കഴിവില്ലാതെ വരും. അത്തരം ഒരു അവസ്ഥയിലായിരിക്കും ഒരു ഗ്രഹം മൗഢ്യത്തിൽ വന്നു കഴിഞ്ഞാൽ. അതിന്റെ ബലം നഷ്ടപ്പെട്ടു. സൂര്യനോട് ഏതേത് ഗ്രഹം അടുക്കുന്നുവോ ഓരോരോ ഗ്രഹങ്ങൾക്കും ഇത്ര ഡിഗ്രി എന്നൊരു കണക്കുണ്ട് ജ്യോതിഷത്തിൽ. അത്രയും ഡിഗ്രിയുടെ ഉള്ളിൽ നിന്ന് കഴിഞ്ഞാൽ ആ തേജസ്സാർന്ന സൂര്യന്റെ മുമ്പിൽ, കത്തിജ്വലിക്കുന്ന സൂര്യന്റെ മുന്നിൽ ഇവരൊക്കെ ഉരുകിപ്പോകുന്ന അവസ്ഥ ഉണ്ടാവും. അപ്പോൾ അവർക്ക് ബലമില്ല. ഈ ഒരു അവസ്ഥയിലായിരുന്നു വ്യാഴം മിഥുനൻ രാശിയിൽ സൂര്യൻ വന്നതോട് കൂടിയിട്ടുള്ള അവസ്ഥ ഉണ്ടായിരുന്നത്. അത് മാറി ഇപ്പോൾ വ്യാഴം പൂർണ്ണ ബലത്തിലാണ്. അതുകൊണ്ട് തന്നെ പല രാശിക്കാർക്കും ഗുണാനുഭവങ്ങളുണ്ട്. ആ രാശിക്കാര് ആരാണെന്നും അതിലെ നക്ഷത്രക്കാർ ആരൊക്കെയാണെന്നും ഒക്കെ നമുക്ക് വിശദമായിട്ട് ഈ വീഡിയോയിലൂടെ നോക്കാം. നമുക്ക് അതിന് മുന്നോടി പറയാനുള്ളത്, ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് കൂടെ കൂടണം. അതിനോടൊപ്പം തന്നെ ഈ വീഡിയോയെ കുറിച്ച് നിങ്ങളുടെ മാന്യമായ അഭിപ്രായങ്ങൾ കമന്റായി രേഖപ്പെടുത്തണം. അതുപോലെ ഈ ചാനൽ ഇഷ്ടപ്പെടുന്നവർക്ക് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാൻ താല്പര്യപ്പെടുന്നു. മാത്രമല്ല വേറൊരു കാര്യം നിങ്ങളോട് പറയാനുള്ളത്, ഇവിടെ എല്ലാ അമാവാസിക്കും, അതായത് കറുത്ത വാവിനും ശാക്തേയ പൂജ, അതുപോലെ ശാക്തേയ പുഷ്പാഞ്ജലി ഉണ്ടാവും. ഈ കർമ്മങ്ങളിൽ, ഈ പൂജകളിൽ നിങ്ങൾക്ക് ഉൾപ്പെടാൻ വേണ്ടി നിങ്ങളുടെ നക്ഷത്രവും പേരും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തും. അപ്പോൾ ജൂലൈ 9 രാത്രി 10 മണിയോടെ വ്യാഴം മൗഢ്യത്തിൽ നിന്ന് മാറി പൂർണ്ണ ബലവാനായി ക്രമത്തിൽ സഞ്ചരിക്കാൻ തുടങ്ങി. അപ്പോ ഈ സഞ്ചാരപഥം കൊണ്ട് 12 രാശിക്കാരിൽ 5 രാശിക്കാർക്ക് ഏറ്റവും നല്ല ജീവിതാനുഭവങ്ങൾ ലഭിക്കുമെന്നാണ് ജ്യോതിഷ കണക്കുകൂട്ടലുകൾ. കാരണം ഏറ്റവും നല്ല ഗുണാനുഭവങ്ങളായിരിക്കും വ്യാഴം പ്രധാനപ്പെട്ട ഭാവങ്ങളിൽ നിന്നാ ലഭിക്കുന്നത്. കാരണം ഈ 5 രാശിക്കാർക്ക് ഏറ്റവും നിങ്ങൾ പ്രതീക്ഷിക്കാത്ത അത്ര തന്നെ ഗുണം ലഭിക്കും. അതിനപ്പുറവും ലഭിക്കാം. 2 രാശിക്കാർക്ക് ഭാഗികമായ ഗുണങ്ങളും ലഭിക്കാം. കുറച്ച് ഏറ്റക്കുറച്ചിലുകൾ ഉണ്ടാവാം, ഗുണാനുഭവങ്ങൾ കുറഞ്ഞിരിക്കാം എന്നർത്ഥം. അത് 2 രാശിക്കാരുണ്ട്. അതുപോലെ തന്നെ 5 രാശിക്കാർക്ക് പൂർണ്ണ ഗുണം കിട്ടും. ആ രാശിക്കാർക്ക് ഒരു ഭാഗ്യസമയം കൂടിയാണ് ഈ വ്യാഴത്തിന്റെ
ഈ ഒരു മൗഢ്യത്തിൽ നിന്ന് മാറി പൂർണ്ണ ബലവാനായി നേർരേഖയിൽ സഞ്ചരിക്കുന്ന ഈ സമയം. അപ്പൊ നമുക്ക് ആ രാശിക്കാരെ കുറിച്ചൊന്ന് നോക്കി കാണാം. ആ രാശിക്കാരിൽ പ്രധാനമായിട്ടും എടുത്തു പറയാനുള്ളത് ഇടവം രാശിയാണ്. ഇടവൻ രാശിയുടെ 2ാം ഭാവത്തിലാണ് വ്യാഴം സഞ്ചരിക്കുന്നത്. വാക്ക്, ധനം എന്ന് വേണ്ട പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ 2ാം ഭാവം കൊണ്ടാണ് ചിന്തിക്കാറ്. അപ്പോ വ്യാഴം ഇടവൻ രാശിക്കാരെ സംബന്ധിച്ച് 2ാം ഭാവത്തിലാണ് ചാരവശാൽ സഞ്ചരിക്കുന്നത്. ഇടവൻ രാശിക്ക് വ്യാഴം അഷ്ടമാധിപനും 11ാം ഭാവാധിപനുമാണ്. ആ വ്യാഴം 2ൽ സഞ്ചരിക്കുമ്പോൾ ഇവരെ സംബന്ധിച്ച് എല്ലാ ശുഭ അനുഭവങ്ങളും ജീവിതത്തിൽ ഉണ്ടാകുമെന്നാണ് ജ്യോതിഷ കണക്കുകൂട്ടലുകൾ. അതായത് ഏറ്റവും ശുഭകരമായി പറയുകയാണെങ്കിൽ ഏറ്റവും ശ്രേഷ്ഠമായ ഫലം ധനാഭിവൃദ്ധി ഉണ്ടാവും എന്ന് തന്നെയാണ്. കാരണം നല്ല ഗുണാനുഭവങ്ങൾ ലഭിക്കുമ്പോൾ ഏറ്റവും ശ്രേഷ്ഠമായ ഫലമായ ധനം ലഭിക്കുമെന്നാണ്. ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സ്ഥാനം തന്നെയാണ് ധനത്തിന്. ധനമില്ലെങ്കിൽ നമ്മളെല്ലാവരും ഒരു മനുഷ്യൻ പണമില്ലെങ്കിൽ ഒരു മനുഷ്യൻ എന്ത് എന്ന് ചോദിക്കുന്ന അവസ്ഥ ഉണ്ടാവാറുണ്ട്. കാരണം പണമില്ലാത്തവന് എവിടെയും ഒരു വിലയില്ല. നമ്മൾ കണ്ടില്ലേ, പണക്കാർ വരുമ്പോ അതിനൊരു പ്രത്യേക പവർ ഉണ്ട് അവർക്ക്. അവിടെ ഒരു ഓഫീസിൽ ചെന്ന് കയറി കഴിഞ്ഞാൽ പോലും, ഈ വിഷയം നമ്മുടെ വിഷയം അല്ല പക്ഷെങ്കിൽ പോലും ഞാനൊരു പറയുന്നത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്, ഒരു പുതുമുള്ള കാര്യമൊന്നുമല്ല. സാധാരണക്കാരൻ ഒരു ഓഫീസിൽ ചെന്ന് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഒരു പണക്കാരൻ ചെന്ന് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഒരു രാഷ്ട്രീയമായിട്ടോ അല്ലെങ്കിൽ VIP ലെവലിലുള്ള ഒരു വ്യക്തി ഒരു ഓഫീസിൽ ചെന്നാൽ പോലും അവർക്ക് അവിടെ ഒരു മുൻപന്തി കിട്ടാറുണ്ട്. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും. അപ്പൊ മറ്റൊരു അത്ര ഈ മുൻപന്തി ഉണ്ടാവില്ല. അപ്പൊ എവിടെയും പണത്തിന് ഇമ്പോർട്ടന്റ് ഉണ്ട് എന്നുള്ളത് തന്നെയാണ്. അപ്പോ ഈ വ്യാഴം മാറിയത് കൂടിയിട്ട് ഇടവൻ രാശിക്കാർക്ക് ഏറ്റവും ധനാഭിവൃദ്ധി ഉണ്ടാവുന്ന കാലഘട്ടമാണ്. നല്ല നല്ല വാക്കുകൾ കേൾക്കാൻ ഇടവരുകയും ചെയ്യും. അതുപോലെ ഇവരെ സംബന്ധിച്ച് ഏറ്റവും നല്ല വാക്കുകൾ കേൾക്കാനും കാണാനും അനുഭവത്തിൽ വരാനും ഇവർക്ക് സാധിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാവും. ഇടവൻ രാശിക്കാരെ സംബന്ധിച്ച് ഏറ്റവും പ്രധാനമായി പറയുകയാണെങ്കിൽ ധനവരവാണ് പ്രധാനം. അത് കർമ്മരംഗത്തായാലും നിങ്ങളുടെ ബിസിനസ് രംഗത്തു നിന്നായാലും തീർച്ചയായിട്ടും ധനവരവ് നിങ്ങൾക്ക് ഉണ്ടാകും. ധനത്തിന് ഈ ഒരു കാലഘട്ടം നിങ്ങൾക്ക് ബുദ്ധിമുട്ടില്ല എന്ന് തന്നെ പറയാം. അതേപോലെ ദൈവാധീനം വേണ്ടുവോളമുള്ള സമയമാണ്. വ്യാഴം സഞ്ചരിക്കുന്ന ഈ കാലഘട്ടത്തിൽ 2ാം ഭാവത്ത് സഞ്ചരിക്കുമ്പോൾ ഇടവൻ രാശിക്കാരെ സംബന്ധിച്ച് ദൈവാനുഗ്രഹം വേണ്ടുവോളം ഉള്ള ഒരു സമയം കൂടിയായിരിക്കും. അതേപോലെ നിങ്ങളുടെ എല്ലാ ആഗ്രഹങ്ങളും സാധിക്കുന്ന ഒരു സഫലമാകുന്ന സമയമാണ്. ആ ഒരു കാലഘട്ടത്തിലേക്കാണ് നിങ്ങൾ പോകുന്നത്. അതുപോലെ തന്നെ കാലഘട്ടം വളരെയധികം നല്ല കാലഘട്ടമാണ്. ഏത് കാര്യങ്ങളിലും നിന്നും തടസ്സങ്ങൾ നീങ്ങി കാര്യസാധ്യം ഉണ്ടാവും എന്നാണ് പറയുന്നത്. ഇടവൻ രാശിക്കാരെ സംബന്ധിച്ച് ഏത് കാര്യങ്ങളിൽ നിന്നും തടസ്സം ഉണ്ടായിരുന്നു, ആ തടസ്സങ്ങൾ നീങ്ങി തുടങ്ങി. ജൂലൈ 9 വ്യാഴത്തിന്റെ മൗഢ്യം വിട്ടു. അപ്പൊ ഇത്രയും ആയിപ്പോ ആഗസ്റ്റ് ആയി. ഇതോട് കൂടിയിട്ട് ഇവരെ തടസ്സങ്ങൾ നീങ്ങി ഇവരെ എല്ലാ കാര്യങ്ങളും സാധിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാവും. ഏത് കാര്യത്തിന് ഇറങ്ങിയാലും അത് സാധിക്കുന്ന സാഹചര്യം ഉണ്ടാവും. കുടുംബത്തിൽ സന്തോഷവും സന്താനങ്ങൾക്ക് സന്തോഷവും ഉണ്ടാവും എന്നാണ് പറയുന്നത്. സമാധാനവും ഒക്കെ നിലനിൽക്കുന്ന സമയമാണ്. സാമ്പത്തിക പ്രതിസന്ധികളെല്ലാം മാറുന്ന ഒരു കാലഘട്ടമാണ് ഇടവൻ രാശിക്കാരെ സംബന്ധിച്ച്. കാർത്തികയുടെ 3/4 ഭാഗവും രോഹിണിയും മകീരത്തിന്റെ അരഭാഗവുമാണ് ഇടവൻ രാശിയിൽ വരുന്ന നക്ഷത്രങ്ങൾ. ഇവരുടെ സംബന്ധിച്ചാണ് ഏറ്റവും നല്ല ഗുണാനുഭവങ്ങൾ ലഭിക്കുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോൾ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ കാര്യസാധ്യത ഉണ്ടാവും എന്ന് പറഞ്ഞു. കുടുംബത്തിൽ സന്തോഷസമാധാനം നിലനിൽക്കും. സാമ്പത്തിക പ്രതിസന്ധികൾ നീങ്ങിപ്പോയി. ഇനി തൽക്കാലം സാമ്പത്തിക പ്രതിസന്ധി ഉണ്ടാവില്ല എന്ന് തന്നെ പറയാം ഈ രാശിക്കാരെ സംബന്ധിച്ച്. അതുപോലെ തന്നെ കടബാധ്യതകൾ ഉണ്ടെങ്കിൽ അതെല്ലാം മാറാനുള്ള സാഹചര്യം ഉണ്ടാവും. മംഗളകരമായ കാര്യങ്ങൾ, വിവാഹങ്ങൾ, അങ്ങനെയുള്ള മംഗളകരമായ കാര്യങ്ങളൊക്കെ നടക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാവും ഈ ഇടവൻ രാശിക്കാർക്ക്. ഈ വ്യാഴത്തിന്റെ അനുഭവം 2ാം ഭാവത്തിൽ സഞ്ചരിക്കുന്ന കാലഘട്ടത്തിൽ പുതിയ വിവാഹാലോചനകളെ അന്വേഷിക്കുന്നവർക്ക് അത് നടന്നു കിട്ടാനുള്ള സാഹചര്യം ഉണ്ടാവും. അത് വീട് പണിയുന്നതിനും പുതുക്കി പണിയുന്നതിനും ഒക്കെ, പുതിയ വീട് വയ്ക്കുന്നതിനും പഴയ വീട് നിങ്ങൾക്ക് പുതുക്കി പണിയാൻ ആഗ്രഹിക്കുന്നതിന് അതിനും സാധിക്കുന്ന സാഹചര്യം ഉണ്ടാവും എന്നാണ് പറയുന്നത്. പിതൃസ്വത്ത്, അച്ഛന്റെ സ്വത്ത്,
അതായത് പിതൃക്കൾ എന്നല്ല, അച്ഛന്റെ സ്വത്ത്, പിതാവിന്റെ സ്വത്ത് ലഭിക്കാനുള്ള സാഹചര്യം ഉണ്ടാവുന്നതാണ്. കയ്യിൽ വന്ന് ചേരുന്ന സാഹചര്യം ഉണ്ടാവും. അത് സ്വന്തം പേരിലേക്ക് ആവും. അത് കൈവശം ഭൂമി വെച്ചിട്ട് അതിൽ നിന്ന് അനുഭവങ്ങൾ അനുഭവിക്കാൻ യോഗമുണ്ടാവും എന്നാണ് പറയുന്നത്. സ്വന്തം പേരിൽ ഭൂമി വെച്ചിട്ട് അതിൽ നിന്ന് ആദായം ലഭിക്കാനുള്ള സാഹചര്യം ഉണ്ടാകുന്ന ഒരു കാലഘട്ടത്തിലേക്കാണ് ഇടവൻ രാശിക്കാർ പോകുന്നത് എന്നർത്ഥം. അപ്പൊ ആഗ്രഹിക്കുന്ന എല്ലാ കാര്യങ്ങളും നടക്കുന്ന സമയമാണ് എന്നാണ് പറയുന്നത്. മനസ്സിൽ വിചാരിക്കാതെ തന്നെ അപ്രതീക്ഷിതമായ ധനഗമന യോഗം ഉണ്ടാവുന്ന, ഗുണാനുഭവങ്ങൾ വന്നു ചേരുന്ന സമയം ഉണ്ടാവും എന്നാണ് പറയുന്നത്. അതുപോലെ സ്വപ്നങ്ങളൊക്കെ സാക്ഷാത്കരിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാവും. ഇടവൻ രാശിക്കാരെ സംബന്ധിച്ച് അവരുടെ സ്വപ്നങ്ങളൊക്കെ നടന്നു കിട്ടുന്ന ഒരു സാഹചര്യമാണ് വ്യാഴം രണ്ടാം ഭാവത്ത് സഞ്ചരിക്കുന്ന കാലഘട്ടത്തിൽ ഉണ്ടാകാൻ പോകുന്നത്. ഈ 2 എന്ന് പറയുന്ന ധനസ്ഥാനമാണ്, നമ്മുടെ വാക്കിന്റെ സ്ഥാനമാണ്. അപ്പൊ നല്ല വാക്കുകൾ കേൾക്കാനും നല്ല വാക്കുകൾ പറയാനും നിങ്ങൾക്ക് ഇടയുണ്ടാവും എന്നാണ് പറയുന്നത്. വ്യാഴത്തിന്റെ ഈ ഈ ഒരു സമയം, അത് ദുരിതങ്ങളൊക്കെ വിട്ടൊഴിഞ്ഞ് നല്ല രീതിയിൽ മുന്നോട്ട് പോകാൻ സാഹചര്യം ഇടവൻ രാശിക്കാർക്ക് ഉണ്ടാവും എന്ന് പറയുന്നു. അപ്പൊ ഇടവൻ രാശിക്കാരെ സംബന്ധിച്ച് ഏറ്റവും ശ്രേഷ്ഠമായ സമയമാണ് വ്യാഴത്തിന്റെ ഈ ബലത്തോടു കൂടിയുള്ള വരവ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഇവര് പ്രത്യേകിച്ച് ഒരു ക്ഷേത്ര വഴിപാട് ചെയ്യണം എന്നൊന്നുമില്ല. എങ്കിൽ പോലും ഇവർ ചെയ്യേണ്ട വഴിപാട് എന്നതാണ് വിഷ്ണു ഭഗവാനെ പ്രീതിപ്പെടുത്തിയാൽ ഏറ്റവും ശ്രേഷ്ഠമായ ഫലങ്ങൾ ലഭിക്കുമെന്നാണ് പറയുന്നത്. കാരണം വിഷ്ണു ഭഗവാന് പാൽപായസം വഴിപാട് കഴിക്കുന്നതും ഭാഗ്യസൂക്തം കഴിപ്പിക്കുന്നതും, അതുപോലെ താമരമാല, മഞ്ഞപ്പട്ട് സമർപ്പിക്കുന്നത്, അത് നിങ്ങളുടെ ഇഷ്ടം, നിങ്ങളുടെ അവസ്ഥയ്ക്ക് അനുസരിച്ച് നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ്. അത് ഇന്നത് ചെയ്യണം എന്നൊന്നും നിർബന്ധമില്ല. വിഷ്ണു സഹസ്രനാമം ജപിക്കുന്നതും നല്ലതാണ്. ഓം നമോ നാരായണ എന്ന അഷ്ടാക്ഷര മന്ത്രം ജപിക്കുന്നതും നിങ്ങളെ സംബന്ധിച്ച് ഏറ്റവും ശ്രേഷ്ഠമായ ഫലങ്ങൾ ലഭിക്കും. തീർച്ചയായിട്ടും എല്ലാ ഫലങ്ങളും എല്ലാ ഗുണാനുഭവങ്ങളും ഭഗവാൻ അനുഗ്രഹിച്ച് നൽകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് അടുത്ത രാശിയിലേക്ക് പോകും. അടുത്ത രാശി ചിങ്ങം രാശിയാണ്. ചിങ്ങം രാശിയിൽ വരുന്ന നക്ഷത്രങ്ങളായ മകം, പൂരം, ഉത്രത്തിന്റെ ആദ്യ കാൽഭാഗം ചിങ്ങം രാശിയാണ്. ഇവരെ സംബന്ധിച്ച് വ്യാഴം 5ാം ഭാവാധിപനും അഷ്ടമാധിപനുമാണ്. ആ വ്യാഴം ചാരവശാൽ 11ലാണ് സഞ്ചരിക്കുന്നത്. ഇവരെ സംബന്ധിച്ച് ഇപ്പോൾ ശനി, അഷ്ടമശനി ദോഷമുള്ള ഒരു കാലഘട്ടമാണ്. പക്ഷെ വ്യാഴം 11ൽ സഞ്ചരിക്കുമ്പോൾ ആ അഷ്ടമശനി കൊണ്ട് ദോഷങ്ങളൊന്നും ഉണ്ടാവാൻ സാധ്യതയില്ല. ആ ദോഷങ്ങൾ കുറയാനാണ് സാധ്യത. ശനിയുടെ ദോഷങ്ങൾ വ്യാഴം 11ൽ വന്നതോട് കൂടിയിട്ട് നിർവീര്യമാകുന്ന ഒരു കാലഘട്ടത്തിലേക്കാണ് പോകുന്നത്. ഇവരെ സംബന്ധിച്ച് പ്രതീക്ഷിക്കാത്ത ഉയർച്ചകളാണ് ഉണ്ടാകാൻ പോകുന്നത്. മകം, പൂരം, ഉത്രം നക്ഷത്രക്കാർക്ക്, ഉത്രം കാൽഭാഗം നക്ഷത്രക്കാർക്ക് ഏറ്റവും പ്രതീക്ഷിക്കാത്ത ഉയർച്ചകൾ ഉണ്ടാവും. രോഗമുക്തി ഉണ്ടാവും ജീവിതത്തിൽ. അതായത് രോഗങ്ങൾ കൊണ്ട് ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവർക്ക് അവർ പോലും പ്രതീക്ഷിക്കാത്ത ഗുണാനുഭവം ഉണ്ടാവും. കാരണം രോഗം മാറുന്നതായിട്ട് നമുക്ക് അനുഭവപ്പെട്ടു തുടങ്ങാം. സാമ്പത്തിക ക്ലേശങ്ങൾ മാറാം. ജോലിയിലുള്ള തടസ്സങ്ങൾ നീങ്ങി നല്ല ഗുണാനുഭവങ്ങൾ ലഭിക്കും. ജോലിയിൽ സാമ്പത്തിക ഉയർച്ച ഉണ്ടാവും. ജോലിയിൽ കർമ്മരംഗത്തും, അതുപോലെ കർമ്മം എന്ന് പറഞ്ഞ തൊഴിൽ എന്ന് തന്നെയാണ്, എന്നാലും കർമ്മരംഗത്തും അതുപോലെ തന്നെ ബിസിനസ് രംഗത്തും തടസ്സങ്ങൾ നീങ്ങി ജീവിത പാത ഒരു നല്ല രീതിയിൽ ജീവിക്കാനുള്ള സാഹചര്യം ഉണ്ടാവും. ആ വഴി, ആ പാത ക്ലീനായി നല്ല രീതിയിൽ ജീവിക്കാനുള്ള സാഹചര്യമാണ് വ്യാഴത്തിന്റെ ഈ മൗഢ്യം നീങ്ങി ഗുണത്തിലേക്ക് വന്നപ്പോൾ ഉണ്ടാകാൻ പോകുന്നത്. ചിങ്ങൻ രാശിക്കാർക്ക് നല്ല ഫലമാണ് ഉണ്ടാവുക. 11ാം ഭാവത്തിലാണ് വ്യാഴം സഞ്ചരിക്കുന്നത് ഇവരുടെ. അപ്പോ ഇവരെ സംബന്ധിച്ച് പഠന രംഗത്ത് കുട്ടികൾ പഠിക്കുന്നവർക്ക് പഠനരംഗത്ത് മികവ് ഉണ്ടാവും എന്ന് പറയുന്നത്. അതുപോലെ തന്നെ വിദേശത്ത് പഠിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് ആ ആഗ്രഹ സാഫല്യം ഉണ്ടാവും എന്ന് പറയുന്നു. അതുപോലെ തന്നെ ഏത് ആഗ്രഹവും നടക്കാൻ കഴിയുന്ന ഒരു സമയമാണ്. പുതിയ വാഹനം വാങ്ങിച്ച് അത് നിരത്തിലിറക്കാൻ കഴിയുന്ന സമയമാണ്. എന്താണ് അവർ ആഗ്രഹിക്കുന്നത് അത് കൂടുതൽ അടുത്ത് വരുന്ന സാഹചര്യം ഉണ്ടാവും എന്ന് പറയുന്നു. അതേപോലെ തന്നെ പ്രേമ സാഫല്യം ഉണ്ടാവും എന്ന് പറയുന്നു. ഒരുപാട് കാലം പ്രേമിച്ച് നടന്നിട്ടോ അല്ലെങ്കിൽ പ്രേമിക്കാൻ ശ്രമിച്ചിട്ടോ നടക്കാതിരുന്ന കാര്യങ്ങളൊക്കെ അവർക്ക്, കവിതാക്കൾക്ക് ഉള്ള അവസരങ്ങൾ, അത് ഒത്തുവരാനുള്ള സാഹചര്യം ഏതെങ്കിലും വഴിയിലൂടെ ഇവർക്ക് ലഭിക്കുമെന്നാണ് പറയുന്നത്. അപ്പൊ വ്യാഴത്തിന്റെ ഈ ഒരു അവസ്ഥ ചിങ്ങക്കൂറുകാർക്ക് ഏറ്റവും നല്ലൊരു ഫലം തന്നെയാണ് ലഭിക്കാൻ പോകുന്നത്.
വാങ്ങാനും, നിങ്ങൾ അത് വിൽപ്പനയ്ക്ക് വെച്ചിട്ടുണ്ടെങ്കിൽ ആ വിൽപ്പന നടക്കാനും ഉള്ള ഒരു സാഹചര്യം ഈ ഒരു വ്യാഴത്തിന്റെ ഈ അവസ്ഥ, നല്ല അവസ്ഥ കൊണ്ട് ഇവർക്ക് സാധ്യമാകും എന്നാണ് പറയാനുള്ളത്. ഒരു ഉണർവും ഉന്മേഷവും ജീവിതത്തിൽ ഉണ്ടാവും എന്നാണ് പറയുന്നത്. നിങ്ങൾ നനച്ചിരിക്കാത്ത കാര്യങ്ങൾ, പ്രതീക്ഷിക്കാത്ത സമയത്ത്, ഒരിക്കലും നടക്കില്ല എന്ന് കരുതിയ കാര്യങ്ങൾ നിങ്ങൾ പ്രതീക്ഷിക്കാത്ത സമയത്തായിരിക്കും നടന്നു കിട്ടുക. അതുപോലെ തന്നെ വിദേശ യാത്ര ആഗ്രഹങ്ങളൊക്കെ ഉണ്ടാവാം. ടൂർ പോകാൻ ആഗ്രഹിക്കുന്നവർക്കൊക്കെ പല തടസ്സങ്ങൾ കൊണ്ട് മുടങ്ങിക്കിടക്കുന്നവരുണ്ടാകാം. അവർക്ക് ആ ഒരു യാത്ര സാഫല്യം ഉണ്ടാവും എന്ന് പറയപ്പെടുന്നു. ഇത്തരം പല ഗുണാനുഭവങ്ങളും വ്യാഴം ചാരവശാൽ സഞ്ചരിക്കുമ്പോൾ ഇവർക്ക് വന്നു ചേരുന്നതാണ്. ഏറ്റവും നല്ല ഫലങ്ങൾ തന്നെയാണ് ചിങ്ങൻ രാശിക്കാരെ സംബന്ധിച്ച് കാത്തിരിക്കുന്നത്. സന്തോഷത്തിന്റെയും സമാധാനത്തിന്റെയും ദിനങ്ങളാണ് ഇവരെ സംബന്ധിച്ച്. അഷ്ടമശനിയുടെ ദോഷങ്ങളൊക്കെ മാറി വ്യാഴം 11 സഞ്ചരിക്കുന്ന കാലഘട്ടത്തിൽ ആ ദോഷങ്ങൾ നീങ്ങി ഏറ്റവും ഗുണമായ അനുഭവങ്ങളായിരിക്കും ഉണ്ടാവുക. ഭാര്യ ഭർത്ത കലഹങ്ങൾ നീങ്ങി സന്തോഷവും സമാധാനവും ജീവിതത്തിൽ ഉണ്ടാകാം. കേസ് വഴക്കുകൾ പെട്ട് ഉഴയുന്നവർക്ക്, ബുദ്ധിമുട്ടുന്നവർക്ക് കേസുകൾ ഒരു പരിധിവരെ പരിഹാരമാകുന്നത് കാണാം. നമ്മൾ പ്രതീക്ഷിക്കാതെ തന്നെ കേസൊക്കെ ഒത്തുതീർപ്പിലേക്ക് എത്തുന്ന ഒരു സാഹചര്യം ഉണ്ടാവും എന്നാണ് ഉദ്ദേശിക്കുന്നത്. അപ്പൊ ചിങ്ങക്കൂറുകാരെ സംബന്ധിച്ച് ഏറ്റവും നല്ല ഗുണാനുഭവങ്ങൾ ലഭിക്കുന്ന ഒരു കാലഘട്ടം തന്നെയാണ്. ഇവർ ചെയ്യേണ്ട വഴിപാട് ലക്ഷ്മി നാരായണ പൂജ ചെയ്യുന്നത് നന്നായിരിക്കും. അതുപോലെ തന്നെ വിഷ്ണു സഹസ്രനാമം ജപിക്കുന്നതും നല്ല ഗുണാനുഭവങ്ങൾ ജീവിതത്തിൽ ഉണ്ടാക്കും എന്നുള്ളതാണ്. എന്തായാലും ഇവരെ സംബന്ധിച്ച് ഏറ്റവും നല്ല ഫലങ്ങൾ ലഭിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് അടുത്ത രാശി നോക്കാം. അടുത്തത് നോക്കാൻ പോകുന്നത് തുലാം രാശിയാണ്. തുലാം രാശിയിൽ വരുന്ന ചിത്തിരയുടെ ബാക്കി ഭാഗവും അതുപോലെ തന്നെ ചോതി, വിശാഖത്തിന്റെ 3/4 ഭാഗവും തുലാക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങളാണ്. ഇവരെ സംബന്ധിച്ച് ഏറ്റവും 3/4 ഭാഗം ഉൾപ്പെടുന്നവരാണ് 6ാം ഭാവാധിപനും 3 ഭാവാധിപനായ വ്യാഴം അവരുടെ ഭാഗ്യസ്ഥാനത്താണ് സഞ്ചരിക്കുന്നത് ചാരവശാൽ. അതായത് 9ാം ഭാവത്തിൽ സഞ്ചരിക്കുന്ന വ്യാഴം ഇവരെ സംബന്ധിച്ച് ഏറ്റവും നല്ല ഭാഗ്യങ്ങൾ കൊണ്ടുവരുമെന്നാണ് പറയുന്നത്. ഭാഗ്യസ്ഥാനമാണ് 9. നമ്മളെ സംബന്ധിച്ച് നമ്മുടെ ജാതകത്തിലെ 9ാം ഭാവമാണ് നമ്മുടെ ഭാഗ്യസ്ഥാനം. അപ്പൊ ആ ഭാഗ്യസ്ഥാനത്താണ് വ്യാഴം സഞ്ചരിക്കുന്നത്. അപ്പൊ ആ വ്യാഴം സഞ്ചരിക്കുമ്പോൾ, ആ ബലവാനായ വ്യാഴം സഞ്ചരിക്കുമ്പോൾ ഏറ്റവും പ്രധാന ഗുണങ്ങൾ ഉണ്ടാകുന്ന മനസ്സിന് സന്തോഷം ഉണ്ടാകുമെന്നാണ് പറയുന്നത്. മനസ്സിന്റെ മാനസിക പിരിമുറുക്കങ്ങൾ മാറി, ഇത്രയും കാലം അനുഭവിച്ച പിരിമുറുക്കങ്ങൾ, വിഷമങ്ങൾ ഒക്കെ മാറി ഒരു മനസമാധാനം ആദ്യം തന്നെ ലഭിക്കുമെന്ന് പ്രതീക്ഷിക്കാം. തന്റെ എല്ലാ പ്രശ്നങ്ങൾക്കും ഒരു പരിഹാരം കാണാൻ തനിക്ക് തന്നെ സാധിക്കും എന്നാണ് പറയുന്നത്. തന്റെ എല്ലാ പ്രശ്നങ്ങളും തീരാൻ പോകുന്നു. അത് കുടുംബത്ത് സുഖവും സമാധാനവും മാനസിക ബുദ്ധിമുട്ടും നീങ്ങി സന്തോഷമുണ്ടാകും എന്നാണ് പറയുന്നത്. എല്ലാ വിഷമങ്ങളും വിട്ടുമാറുന്ന കാലഘട്ടമാണ്. നല്ല കാര്യങ്ങൾ സംഭവിക്കാൻ ഇടയുള്ള സമയമാണ്. അതുപോലെ തന്നെ സാമ്പത്തിക പ്രതിസന്ധികളെല്ലാം ഒരു അതിനെല്ലാം ഒരു പരിഹാരം കാണാനാകും എന്നാ പറയുന്നത്. നിങ്ങളുടെ സാമ്പത്തിക ബുദ്ധിമുട്ടിന് ഒരു പരിഹാരം കാണാനാകുന്ന ഒരു സാഹചര്യം ഉണ്ടാവും വ്യാഴത്തിന്റെ ഈ ബലമായ നിൽപ്പുകൊണ്ട്. ഭാഗ്യസ്ഥാനത്താണ് വ്യാഴം നിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ എല്ലാ ഗുണങ്ങളും ഉണ്ടാവും എന്നാണ് പറഞ്ഞത്. ആഗ്രഹിക്കുന്ന ഒരുവിധം കാര്യങ്ങൾ എല്ലാവർക്കും ഈ സമയത്ത് സാധിച്ചെടുക്കാൻ കഴിയുമെന്നാണ് പറയുന്നത്. ശത്രു ശല്യം കുറയും എന്ന് പറയുന്നു. ശത്രുക്കളുടെ ശല്യം ഉണ്ടെങ്കിൽ അത് കുറഞ്ഞു കിട്ടുന്ന ഒരു സാഹചര്യം ഉണ്ടാവും. നല്ല ആരോഗ്യം ഉണ്ടാവും. ആശുപത്രിവാസം കൊണ്ട് ബുദ്ധിമുട്ടി ഇരിക്കുന്നവർക്ക് അതിൽ നിന്നൊരു മോചനം ലഭിക്കുന്ന സാഹചര്യമാണ് ഈ ഒരു കാലഘട്ടം ഇവരെ സംബന്ധിച്ച്. പല ചികിത്സകളും ഫലിക്കാതെ വന്നിട്ടുണ്ടെങ്കിൽ ഈ ഒരു സമയത്ത് ആ ചികിത്സ ഫലിക്കുന്നതാണ്. അതുകൊണ്ട് തന്നെ രോഗമുക്തി ഉണ്ടാകുന്നതാണ്. കർമ്മരംഗത്ത് ഇപ്പോൾ ഉണ്ടായിരുന്ന പ്രതിസന്ധികളെല്ലാം നീങ്ങി, നമ്മുടെ ജോലി സ്ഥലത്തുണ്ടായിരുന്ന ബുദ്ധിമുട്ടുകളെല്ലാം നീങ്ങി നല്ല ജോലി നല്ല രീതിയിൽ ചെയ്യാൻ കഴിയുന്ന സാഹചര്യവും ആ ശമ്പളം വാങ്ങിക്കാനുള്ള സാഹചര്യവും ഒക്കെ ഉണ്ടാവും എന്ന് പറയുന്നു. ബിസിനസ് രംഗത്ത് പ്രവർത്തിക്കുന്നവർക്കെല്ലാം അത് വിപുലീകരിക്കാനുള്ള സാഹചര്യം ഉണ്ടാവും. അതിൽ പുരോഗതി ഉണ്ടാവുന്ന കാലഘട്ടമാണെന്ന് പറയുന്നു. കടബാധ്യതകൾ ഒഴിഞ്ഞു പോകുന്നതാണ്. ഭൂമി സംബന്ധമായ പ്രശ്നങ്ങൾ, കേസ് വഴക്കുകളൊക്കെ ഒരു തീരുമാനത്തിൽ എത്തുന്ന സാഹചര്യം ഉണ്ടാവും.
കാരണം അവയെല്ലാം പല പ്രശ്നങ്ങളെല്ലാം വിട്ടു പോകുന്നതാണ്. ക്രയവിക്രയങ്ങൾ ചെയ്യുന്നവരിൽ നിന്ന് നേട്ടങ്ങൾ ഉണ്ടാവും എന്ന് പറയുന്നു. ക്രയവിക്രയങ്ങൾ ചെയ്യുന്നവർക്ക് അതിൽ നിന്ന് നേട്ടങ്ങൾ ഉണ്ടാകും എന്നാണ് ഇവിടെ പറയുന്നത്. അനുകൂലമായ വിവാഹം തീരുമാനത്തിലെത്തുകയും ചെയ്യുന്നവർ, വിവാഹത്തിനൊക്കെ ശ്രമിക്കുന്നവർക്ക് അവരുടെ നല്ല രീതിയിലുള്ള വിവാഹങ്ങൾക്ക് അനുകൂലമായി വരാൻ സാധ്യതയുള്ള സാഹചര്യം ഉണ്ടാവുന്നു. മത്സര പരീക്ഷകളിലും വിജയം ഉണ്ടാവുന്നു. വിദേശ യാത്രാ തടസ്സം നീങ്ങി ഗുണാനുഭവം ഉണ്ടാവും എന്ന് പറയപ്പെടുന്നു. സന്താനങ്ങളുടെ ഉയർച്ചയിൽ സന്തോഷിക്കാനുള്ള അവസരങ്ങൾ ഉണ്ടാവും എന്ന് പറയുന്നു. അതുപോലെ തന്നെ പുതിയ തീരുമാനങ്ങൾ എടുക്കാൻ കഴിയും. ഉയർന്ന വിദ്യാഭ്യാസത്തിന് സാധ്യതയുള്ള സാഹചര്യം ഉണ്ടാവും വ്യാഴത്തിന്റെ ഈ ഒരു നിൽപ്പ് കൊണ്ട്. അതായത് 9ാം ഭാവത്തിൽ സഞ്ചരിക്കുമ്പോൾ ഭാഗ്യസ്ഥാനമാണെന്ന് പറഞ്ഞു. ആ ഭാഗ്യസ്ഥാനത്ത് സംഭവിക്കും പലതരത്തിലുള്ള ഭാഗ്യങ്ങൾ നമുക്ക് ഉണ്ടാവും എന്ന് പറയുന്നു. നമുക്ക് തന്നെ പ്രവചിക്കാൻ കഴിയാത്തത്ര ഭാഗ്യങ്ങൾ ഇവരെ സംബന്ധിച്ച് ഉണ്ടാകുന്ന ഒരു കാലഘട്ടത്തിലാണ് പോകുന്നതെന്ന് പറയുന്നു. കാരണം തുലാം രാശിക്കാരെ സംബന്ധിച്ച് 9ാം ഭാവത്തിൽ സഞ്ചരിക്കുന്ന വ്യാഴം ഏറ്റവും ഗുണഫലങ്ങൾ ഇവർക്ക് നൽകുമെന്ന് തന്നെ പറയാം. പൂർണ്ണ ബലവാനായി നിൽക്കുന്ന വ്യാഴം ഇവരെ സംബന്ധിച്ച് നല്ല ഗുണാനുഭവം ലഭിക്കും. തീർച്ചയായിട്ടും ഇവർ വിഷ്ണു ഭഗവാനെ നന്നായി പ്രാർത്ഥിക്കുക. ഓം നമോ നാരായണ എന്ന മന്ത്രം 108 ഉരുൾ കുറയാതെ ജപിക്കുക. ഓം നമോ ഭഗവതേ വാസുദേവായ എന്ന മന്ത്രവും ഇവരെ സംബന്ധിച്ചിട്ട് നല്ല ഗുണഫലങ്ങൾ ഉണ്ടാവും. വിഷ്ണു സഹസ്രനാമം ജപിക്കുന്നതും ഇവർക്ക് ശ്രേഷ്ഠമായ ഗുണാനുഭവങ്ങൾ ഉണ്ടാവും. എല്ലാ ഗുണാനുഭവങ്ങളും ഇവർക്ക് ഭഗവാൻ നൽകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് അടുത്തതായിട്ട് ധനു രാശിയാണ്. ധനുരാശിയിൽ വരുന്ന മൂലം, പൂരാടം, ഉത്രാടത്തിന്റെ കാൽഭാഗവും ധനുരാശിക്കൂറാണ്. ഇവരെ സംബന്ധിച്ച് സ്വന്തം രാശ്യാധിപനും 4ാം ഭാവാധിപനുമായ വ്യാഴം നിവൃത്തി സ്ഥാനമായ 7ലാണ് ചാരവശാൽ സഞ്ചരിക്കുന്നത്. ഇവരെ സംബന്ധിച്ച് ഏറ്റവും നല്ല ഗുണങ്ങൾ ലഭിക്കുന്ന ഒരു സാഹചര്യം തന്നെയാണ്. കണ്ടകശനി ഉണ്ടെങ്കിലും വ്യാഴത്തിന്റെ 7ാം ഭാവത്തിൽ നിന്നുള്ള ഗുണാനുഭവങ്ങൾ വളരെയധികം വേണ്ടുവോളം വ്യാഴം ചൊരിയും. ആ വ്യാഴത്തിന്റെ ഗുണാനുഭവം ഉള്ളത് കൊണ്ട് തന്നെ കണ്ടകശനി ഇവരെ ബാധിക്കില്ല എന്ന് തന്നെ തീർച്ചപ്പെടുത്താം. ഏറ്റവും ഗുണമായ അനുഭവം തന്നെയായിരിക്കും ധനുരാശിക്കാരെ സംബന്ധിച്ച് ഈ വ്യാഴത്തിന്റെ നിൽപ്പ് കൊണ്ട് ഉണ്ടാകാൻ പോകുന്നത്. സ്വന്തം രാശിയാധിപനും 4ാം ഭാവാധിപനുമാണ് വ്യാഴം എന്ന് നമ്മൾ സൂചിപ്പിച്ചു. ആ വ്യാഴം 7ലാണ് സഞ്ചരിക്കുന്നത് സൂചിപ്പിച്ചു. നിവൃത്തി സ്ഥാനമായ 7ലാണ് സഞ്ചരിക്കുന്നത്. അതുകൊണ്ട് തന്നെ എല്ലാ കാര്യങ്ങളും നിവർത്തിക്കപ്പെടുമെന്നാണ് പറയുന്നത്. കാരണം നമ്മൾ എന്ത് കാര്യങ്ങൾക്ക് ഇറങ്ങി തിരിച്ചാലും ആ തടസ്സം നീങ്ങി ആ കാര്യസാധ്യം ഉണ്ടാവും എന്നാണ് പറയുന്നത്. സർക്കാർ തലത്തിലൊക്കെ മുടങ്ങിക്കിടക്കുന്ന പല ഫണ്ടുകളും, അതായത് കോൺട്രാക്ട് വർക്ക് ചെയ്യുന്നവർക്കായാലും സർക്കാരിന്റെ ഏത് ഫണ്ട് കിട്ടാനുണ്ടായാലും അതൊക്കെ ആ തടസ്സങ്ങൾ നീങ്ങിയിട്ട് നമുക്കത് വന്നു ചേരുന്ന സാഹചര്യം ഉണ്ടാവും. നമ്മുടെ അക്കൗണ്ടിലേക്ക് ആ പണം വന്നെത്തുന്ന സാഹചര്യം ഉണ്ടാവും. പല തരത്തിൽ നിങ്ങൾക്ക് കിട്ടാനുള്ള കടങ്ങളെല്ലാം കിട്ടുന്ന സാഹചര്യം ഉണ്ടാവും എന്ന് പറയുന്നു. കുടുംബത്ത് പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ അത് തീരുമാനപ്പെടുകയും അതിൽ തീരുമാനപ്പെട്ട് മനസ്സമാധാനം ലഭിക്കുന്ന സാഹചര്യം ഉണ്ടാകുന്നു. സാമ്പത്തിക പ്രയാസങ്ങൾ മാറി നല്ല ഗുണാനുഭവങ്ങൾ ഉണ്ടാവും. പുതിയ വാഹനം വാങ്ങിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് അതിന് സാധിക്കുന്ന ഒരു കാലഘട്ടമാണ് ധനുരാശിക്കാർക്ക് ഉണ്ടാകാൻ പോകുന്നത്. അതുപോലെ തന്നെ എല്ലാ പ്രതിസന്ധികളും വിട്ടൊഴിഞ്ഞ് സന്തോഷവും സമാധാനവും ലഭിക്കുന്ന സാഹചര്യം ഉണ്ടാവും. സ്വന്തം മക്കളെ കുറിച്ച് നല്ല വാക്കുകൾ മറ്റുള്ളവർ പറയുന്നത് നമ്മൾ കേൾക്കാനിടവരും. അത് തന്നെ സന്തോഷത്തിന്റെ ഒരു സമയം തന്നെയാണ്. പുതിയ വിവാഹാലോചനയ്ക്ക് ശ്രമിക്കുന്നവർക്ക് വിവാഹം വന്നു ചേരാനും നല്ല നല്ല മംഗളകാര്യങ്ങൾ നടക്കാനും വീട്ടിൽ യോഗം ഉണ്ടാവുന്ന ഒരു സാഹചര്യം ഉണ്ടാവും എന്നാണ് പറയുന്നത്. അതുപോലെ തന്നെ നിങ്ങൾക്ക് പുതിയ ജോലിക്ക് ശ്രമിക്കുന്നവർക്ക്, അത് സർക്കാർ തലത്തിലൊക്കെ ജോലിക്ക് ശ്രമിക്കുന്നവർക്ക് ആ ജോലിയിൽ കയറാനുള്ള ഒരു സാഹചര്യം ഉണ്ടാവും. സാമ്പത്തിക നേട്ടം ഉണ്ടാവും. അതുപോലെ തന്നെ വിദേശ യാത്രയ്ക്ക് ഒരുങ്ങുന്നവർക്ക് തടസ്സങ്ങൾ നീങ്ങി യാത്രാ ഗുണം ഉണ്ടാവുമെന്ന് പറയുന്നു. 7ാം ഭാവത്തിൽ ചാരവശാൽ സഞ്ചരിക്കുന്ന വ്യാഴം വിദേശ യാത്രയ്ക്കൊക്കെ അനുകൂലനായി നിൽക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാവും. കാരണം അവിടെ ശുക്രനും ഉണ്ട്. അത് തന്നെ 2 ഗ്രഹങ്ങളുടെ അനുഗ്രഹം ഇവർക്ക് തീർച്ചയായും ഉണ്ടാവും. വിദേശത്തേക്ക് പോകാൻ ആഗ്രഹിച്ച് മുടങ്ങിക്കിടക്കുന്നവർക്ക് ഏറ്റവും ഗുണമായ ഒരു സമയം തന്നെയാണ്.
നിങ്ങൾക്ക് ഉണ്ടാകാൻ പോകുന്നത്. അതിൽ ഒട്ടും തെല്ലും സംശയിക്കേണ്ടതില്ല. നിങ്ങൾ ഇപ്പോൾ യാത്രയ്ക്ക് ശ്രമിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ യാത്ര നടന്നിരിക്കും. പല കാര്യം കൊണ്ടും നിങ്ങൾക്ക് മുടങ്ങിയിട്ടുണ്ടാവാം യാത്ര. ആ യാത്രകളെല്ലാം തടസ്സം നീങ്ങി നിങ്ങൾക്ക് പോകാനുള്ള സാഹചര്യം ഉണ്ടാവും. പോയാൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് അവിടെ ഗുണഫലങ്ങൾ ഉണ്ടാവും, ശമ്പള വർധനവ് ഉണ്ടാവും, നല്ല ജോലിയിൽ പ്രവേശിക്കാൻ കഴിയും. അതുപോലെ തന്നെ നേരത്തെ പറഞ്ഞു, ഈ സർക്കാർ തലത്തിൽ ജോലിക്ക് ശ്രമിക്കുന്നവർക്ക് അതിനുള്ള സാഹചര്യം ഉണ്ടാവും, സന്തോഷമുണ്ടാവും, സമാധാനം ഉണ്ടാവും ജീവിതത്തിൽ. എല്ലാ ഗുണാനുഭവങ്ങളും ധനുരാശിക്കാരെ സംബന്ധിച്ച് വ്യാഴം 7ാം ഭാവത്തിൽ സഞ്ചരിക്കുന്നത് കൊണ്ട് ലഭിക്കുമെന്ന് തീർച്ചപ്പെടുത്താം. വ്യാഴത്തിന്റെ സഞ്ചാരപാതം കൊണ്ട് ഏറ്റവും ഗുണഫലങ്ങൾ ലഭിക്കുന്ന രാശിക്കാർ തന്നെയാണ് ധനുരാശിക്കാര്. ധനുരാശിയിൽ വരുന്ന മൂലം, പൂരാടം, ഉത്രാടത്തിന്റെ ആദ്യ ഭാഗം നക്ഷത്രക്കാർക്ക് ഏറ്റവും ഗുണഫലങ്ങൾ ലഭിക്കുന്ന സാഹചര്യം ഉണ്ടാകുമെന്ന് തീർച്ചപ്പെടുത്തി തന്നെ പറയാം. ബിസിനസ് രംഗത്തായാലും അത് കർമ്മരംഗത്തായാലും ഇവരുടെ സാമ്പത്തിക ഉയർച്ച ഉണ്ടാവും എന്ന് പറയുന്നു. പുതിയ ബിസിനസ് തുടങ്ങാൻ ആഗ്രഹിക്കുന്നവർക്ക് അതിനുള്ള സാഹചര്യം വന്നു ചേരും. ഇറക്കുന്ന ധനത്തിനുള്ള മൂല്യം ഇവർക്ക് ലഭിക്കുമെന്ന് പറയുന്നു. അതുപോലെ തന്നെ ഏതേത് ബിസിനസ് ശ്രമിച്ചാലും സാധിക്കുമെന്ന ഒരു കാലഘട്ടം തന്നെയാണ് ഇവരെ സംബന്ധിച്ച്. കാർഷിക രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് ഏറ്റവും ഗുണമായ സാഹചര്യം ഉണ്ടാവും, സാമ്പത്തിക നേട്ടം ഉണ്ടാവും. കാർഷിക വിളകളെല്ലാം വിൽപ്പന നടത്തുമ്പോൾ അതിൽ നിന്ന് നമ്മൾ സാമ്പത്തിക ലാഭം പ്രതീക്ഷിക്കാം. നിങ്ങൾക്ക് സാധാരണയിൽ നിന്നും കൂടുതലായിട്ട് ലാഭം പ്രതീക്ഷിക്കുന്ന സാഹചര്യം ഉണ്ടാവും എന്ന് തന്നെ പറയുന്നു. വ്യാഴത്തിന്റെ ഈ ഒരു സഞ്ചാരപഥം കൊണ്ട് ഏറ്റവും ഗുണ അനുഭവങ്ങൾ ഇവർക്ക് ലഭിക്കട്ടെ ഈ നക്ഷത്രക്കാർക്ക് എന്ന് പ്രാർത്ഥിക്കുന്നു. ഇവർ പ്രധാനമായിട്ടും ചെയ്യേണ്ട വഴിപാട് തന്നെയാണ് ഗുരുവായൂരപ്പന് വഴിപാട് ചെയ്യാൻ കഴിയുന്നവർക്ക് ഗുരുവായൂരപ്പന് ഇഷ്ടപ്പെട്ട വഴിപാടുകൾ, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട വഴിപാടുകൾ ചെയ്യാം. അതുപോലെ തന്നെ ശയന പ്രദക്ഷിണം നേർന്നവർക്ക് അത് ചെയ്യാൻ ഉള്ള സാഹചര്യം ഉണ്ടാവും. ചെയ്യുന്ന ഏറ്റവും നല്ല സമയമാണ്. അത് ചെയ്താൽ തന്നെ ഇവരുടെ പ്രശ്നങ്ങളെല്ലാം തീർന്ന് ഭഗവാൻ ഇവരെ അനുഗ്രഹിക്കുമെന്ന് പ്രതീക്ഷിക്കാം. തീർച്ചപ്പെടുത്താം ഭഗവാന്റെ അനുഗ്രഹം ഇവർക്ക് ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് അടുത്ത രാശി നോക്കാം. കുംഭം രാശിയാണ്. കുംഭം രാശിയിൽ വരുന്ന അവിട്ടത്തിന്റെ ബാക്കി ഭാഗവും ചതയം പൂരുരുട്ടാതിയുടെ ആദ്യ 3/4 ഭാഗവും ചേർന്നതാണ് കുംഭക്കൂറ്. അപ്പൊ കുംഭക്കൂറുകാരെ സംബന്ധിച്ച് വ്യാഴം 2ാം ഭാവാധിപനും 11ാം ഭാവാധിപനുമാണ്. ആ വ്യാഴം പൂർവ പുണ്യസ്ഥാനമായ 5ാം ഭാവത്തിൽ സഞ്ചരിക്കുന്നത് കൊണ്ട് ദൈവാധീനം വേണ്ടുവോളം ഉള്ള സമയം തന്നെയാണ്. അപ്രതീക്ഷിതമായ ഗുണാനുഭവങ്ങൾ ലഭിക്കുന്ന സാഹചര്യം ഇവരെ സംബന്ധിച്ച്, കുംഭക്കൂറുകാരെ സംബന്ധിച്ച് ഉണ്ടാവുമെന്ന് ഉറപ്പിച്ചു പറയാം. കാരണം ബലവാനായ വ്യാഴം ഐശ്വര്യം, അഭിവൃദ്ധി, സന്തോഷം എല്ലാം നൽകുന്ന ഒരു സമയമാണ്. ഇവരെ സംബന്ധിച്ച് ഇപ്പോൾ 7ര ശനി കാലമാണെങ്കിലും 7ര ശനി ഇവരെ വ്യാഴത്തിന്റെ അനുഗ്രഹത്തിന്റെ മുന്നിൽ 7ര ശനിക്കാലം ദുർബലപ്പെട്ടു പോകുന്ന സാഹചര്യം ഉണ്ടാവും. അതായത് വ്യാഴം പൂർണ്ണ ബലവാനായിട്ട് അനുഗ്രഹം ചൊരിയുമ്പോൾ 7ര ശനിയുടെ ബലം കുറഞ്ഞ് ആ ദോഷങ്ങൾ നീങ്ങി ഇവർക്ക് അനുഗ്രഹമായി മാറുന്നതാണ്. വ്യാഴം പൂർണ്ണ ബലവാനായി നിൽക്കുമ്പോൾ 7ര ശനി അവിടെ ഇവരെ ബാധിക്കാൻ ഇടവരില്ല എന്നർത്ഥം. അതുപോലെ തന്നെ നല്ല നല്ല ഗുണാനുഭവങ്ങൾ ഇവർക്ക് വരും. ദൈവാധീനം വേണ്ട പോലെ ഉണ്ട് എന്ന് പറഞ്ഞ അപ്രതീക്ഷിതമായ നന്മകൾ ഉണ്ടാവും. നല്ല നല്ല നന്മകൾ ഇവർക്ക് ഉണ്ടാവും എന്ന് പറയപ്പെടുന്നു. പൂർവ്വപുണ്യസ്ഥാനമായ 5ാം ഭാവത്തിൽ നിൽക്കുന്ന വ്യാഴം എല്ലാവിധ ഉയർച്ചകളും ഇവർക്ക് നൽകുമെന്ന് പ്രതീക്ഷിക്കുന്നു. തീർച്ചയായിട്ടും അത് നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം. ഗുണാനുഭവങ്ങൾ ഉണ്ടാവും. ഈ പറയുന്ന കുംഭക്കൂറിൽ വരുന്ന നക്ഷത്രക്കാർക്ക് ഗുണാനുഭവങ്ങൾ ഉണ്ടാവും, ഉറപ്പാ. എല്ലാ മനപ്രയാസങ്ങൾ മാറിയും സാമ്പത്തിക പ്രതിസന്ധികൾ മാറുന്ന സമയം കൂടിയാണ്. മനസ്സിലുള്ള വിഷമങ്ങളെല്ലാം മാറിയിട്ട് നമ്മുടെ പണത്തിനുള്ള ബുദ്ധിമുട്ടുകൾ കുറഞ്ഞു വരുന്നതായിട്ട് നിങ്ങൾക്ക് അനുഭവപ്പെടും ജീവിതത്തിൽ. അതിൽ തെല്ലും സംശയിക്കേണ്ടതില്ല എന്നുള്ളത് തന്നെയാണ്. മുന്നേറാൻ കഴിയുന്ന സമയം, സമ്പാദ്യം ഉണ്ടാവും. കുടുംബത്ത് പല പ്രശ്നങ്ങളും തീർന്ന് വിട്ടുമാറി സന്തോഷം ഉണ്ടാവുന്ന ഒരു സാഹചര്യം ഉണ്ടാവും എന്ന് പറയുന്നു. അതുപോലെ ഊർജ്ജസ്വലതയോടെ മുന്നോട്ട് പോകാനും എല്ലാ കാര്യങ്ങളും ഓടി നടന്ന് ചെയ്യാനും ഉള്ള സാഹചര്യം ഉണ്ടാവും. അതുപോലെ തന്നെ ശാരീരിക ബുദ്ധിമുട്ടും അനുഭവിക്കുന്നവർക്കും ആശുപത്രിവാസം ചെയ്യുന്നവർക്കും അതിൽ നിന്ന് മോചനം ഉണ്ടാവും, രോഗമുക്തി ഉണ്ടാവും, രോഗം മാറുന്നതായിട്ട് നമുക്ക് അനുഭവപ്പെടാം. സുഖാനുഭവങ്ങൾ ജീവിതത്തിൽ ഉണ്ടാകുന്ന സാഹചര്യം ഉണ്ടാകും. പാഴ്ചെലവുകളെല്ലാം നീങ്ങി ആവശ്യമായ ചെലവുകൾ മാത്രം ചെയ്യുന്ന സാഹചര്യം ഉണ്ടാവും. അനാവശ്യമായ നിങ്ങളുടെ ചെലവ് മാറിയിട്ട് നല്ല നല്ല കാര്യങ്ങൾക്ക് വേണ്ടി ചെലവാക്കുന്ന സാഹചര്യം ഉണ്ടാവും. പണം സമ്പാദിക്കാൻ
സാഹചര്യം ഉണ്ടാവും. ചിട്ടി പോലുള്ള സാമ്പത്തിക ഇടപാടക്കുന്നത് ഗുണമായി വരുമെന്ന് പ്രതീക്ഷിക്കാം. ബാങ്ക് ബാലൻസ് വർദ്ധിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകും. ആ ഒരു സാഹചര്യത്തിലാണ് പൂർവ്വപുണ്യമായ സ്ഥാനത്ത് വ്യാഴം സഞ്ചരിക്കുമ്പോൾ നിങ്ങൾക്ക് ലഭിക്കാൻ പോകുന്ന പല ഗുണാനുഭവങ്ങളിൽ ഒന്നാണത്. അതുപോലെ തന്നെ വിവാഹം നടക്കുന്നതും നല്ല നല്ല അവസരങ്ങൾ ഉണ്ടാകും. സന്താനങ്ങൾ മുഖാന ഉയർച്ചയിലേക്ക് എത്തുന്ന മാതാപിതാക്കൾ ഉണ്ടാകും. സന്താനങ്ങൾ മുഖേന നന്മ വരുന്ന മാതാപിതാക്കൾ ഉണ്ടാകും എന്ന് പ്രതീക്ഷിക്കാം. തീർച്ചയായിട്ടും ഇങ്ങനെയുള്ളവർക്ക് ആ ജീവിതം ശ്രദ്ധിച്ചു നോക്കിക്കോളൂ. അനുഭവത്തിൽ നല്ല മാറ്റം ഉണ്ടാവും. എല്ലാ മോശമായ അനുഭവങ്ങളും മാറി സുഖാനുഭവങ്ങൾ അനുഭവിക്കാൻ യോഗമുള്ള ഒരു സാഹചര്യം ഉണ്ടാവും. വ്യാഴത്തിന്റെ ഈ ഒരു കാലഘട്ടം ഇവർക്ക് അനുകൂലമാണ്. കുംഭക്കൂറുകാർക്ക് അനുകൂലമായ കാലഘട്ടമാണ്. എല്ലാ ഗുണാനുഭവങ്ങളും കുംഭക്കൂറുകാർ ലഭിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് വിഷ്ണു സഹസ്രനാമം ജപിക്കുക. ഏറ്റവും വലിയ ഗുണാനുഭവങ്ങൾ ഉണ്ടാവും. അതിന് കഴിയാത്തവർ ഓം നമോ നാരായണ എന്ന് ജപിക്കുന്നതും ഏറ്റവും ശ്രേഷ്ഠമായി ആർക്കും ജപിക്കാവുന്ന ഒരു മന്ത്രമാണ്. പ്രത്യേകിച്ച് ഗുരുപദേശമൊന്നും അതിന് ആവശ്യമില്ല. നിങ്ങൾ തീർച്ചയായും ധൈര്യത്തിൽ ശ്രമിച്ചോളൂ. ഇത് ഈ 12 രാശിക്കാരിൽ ഇവിടെ ഞാൻ പറഞ്ഞ 5 രാശിക്കാരാണ് ഇവർക്കാണ് വ്യാഴത്തിന്റെ ഈ ഒരു ഗുണാനുഭവം ഏറ്റവും കൂടുതൽ ലഭിക്കാൻ സാധ്യത ഉള്ളത്. ഇനി 2 രാശിക്കാർക്കും കൂടി ഭാഗികമായ ഗുണങ്ങൾ ഉണ്ടാവാം. അത് ഏറ്റക്കുറിച്ചിലുകൾ ഉണ്ടാവാം. അത് ഒന്ന് മീനം രാശിയാണ്, പിന്നീടുള്ള രാശി കന്നി രാശിയാണ്. ഈ 2 രാശിക്കാരെ കുറിച്ച് എടുത്തു പറയുന്നില്ല. ഒരു ഭാഗികമായ ഗുണം ഇവർക്കും ഉണ്ടാവുമെന്ന് ഉറപ്പിച്ച് തന്നെ പറയാം. നിങ്ങൾക്ക് ജീവിതാനുഭവത്തിൽ ഉയർച്ച നേടാൻ കഴിയുന്നില്ലെങ്കിൽ നിങ്ങൾ നല്ലൊരു ജ്യോത്സ്യനെ കാണുക. നല്ല ജ്യോത്സ്യം എന്ന് പറഞ്ഞാൽ ഉത്തമനായ ജ്യോത്സ്യനെ നിങ്ങൾ സമീപിക്കുക. നിങ്ങളുടെ ജാതകം ഒന്ന് പരിശോധിപ്പിക്കുന്നത് നന്നായിരിക്കും. അല്ലെങ്കിൽ ജാതകം ഇല്ലാത്തവർ നിങ്ങളുടെ ഡേറ്റ് ഓഫ് ബർത്തും ടൈമും വെച്ചൊന്ന് നോക്കിക്കുന്നത് നന്നായിരിക്കും. ജീവിതത്തിൽ ഒരിക്കലും ഉയർച്ച കിട്ടാത്ത ആൾക്കാർ, ജീവിതം എന്നൊരു പരാജയമായി മാറിക്കൊണ്ടിരിക്കുന്ന ആൾക്കാർ, അതുപോലെ തന്നെ ജീവിതം മടുത്തു, എനിക്ക് മരണമാണ്, മരണതുല്യമായി ജീവിക്കുന്നവർക്ക്, ഇങ്ങനെ എന്നും ജീവിതം എന്നും ഭാരാബ്ദങ്ങളും ബുദ്ധിമുട്ടുമായി കഷ്ടപ്പാടുകളും ദുരിതങ്ങളും പേറി ശാപവാക്കുകൾ കൊണ്ട് പൊറുതിമുട്ടി ജീവിക്കുന്നവരുണ്ടാകാം. അവരൊക്കെ ഒന്ന് പരിശോധിപ്പിക്കുന്നത് നന്നായിരിക്കും ജാതകം. കാരണം നമുക്കൊരു ജീവിതമേ ഉള്ളൂ ഈ ജന്മത്തിൽ. നമ്മൾ ഒറ്റ ജീവിതമേ ഉള്ളൂ ഭൂമിയിൽ. ആ ജീവിതം നമ്മൾ പരമാവധി സന്തോഷത്തോടു കൂടി ജീവിക്കാൻ ശ്രമിക്കുക എന്നുള്ളതാണ്. താൻ പാതി ദൈവം പാതി. എല്ലാം ദൈവത്തെ കുറ്റപ്പെടുത്തി കാര്യമില്ല. പകുതി നമ്മളുടെ ശ്രമമാണ് നമ്മുടെ വിജയം. എന്തായാലും നമ്മൾ ഒരു തൊഴിലിൽ ഇറങ്ങിയാൽ മാത്രമേ നമുക്ക് സാമ്പത്തിക ശേഷി ഉണ്ടാവുള്ളൂ. എല്ലാ ഗുണാനുഭവങ്ങളും ഉണ്ട് എന്ന് പറഞ്ഞ് ഒരാൾ വീട്ടിലിരുന്നാൽ അദ്ദേഹത്തിന് ഒന്നും ലഭിക്കില്ല. ആരും കൊടുന്നു കൊടുക്കില്ല. ഏതെങ്കിലും ഒരു പ്രവൃത്തിയിൽ നമ്മൾ ഏർപ്പെടുമ്പോൾ സാമ്പത്തിക സ്ഥിതി അനുസരിച്ച് പണമുള്ളവർ ബിസിനസ് ആയിട്ട്, അല്ലാത്തവർ ചില തൊഴിലുകളായിട്ട് എന്തെങ്കിലും ഒരു പ്രവൃത്തിയിൽ ഏർപ്പെടുമ്പോൾ തീർച്ചയായിട്ടും ദൈവം നമ്മളെ അനുഗ്രഹിക്കും. അതിൽ സംശയമൊന്നും വിചാരിക്കേണ്ട. അതിന് മടിച്ചു നിൽക്കരുത്. നിങ്ങൾക്ക് ഈ പറഞ്ഞ എന്തെങ്കിലും കുറവുള്ളവർ തീർച്ചയായിട്ടും ഉത്തമനായ ഒരു ജ്യോത്സ്യനെ കാണുക. അല്ലെങ്കിൽ ആ ഡേറ്റ് ഓഫ് ബർത്ത് വെച്ചൊന്ന് പരിശോധിപ്പിക്കുക. എന്താണ് നിങ്ങളുടെ പ്രശ്നം, നിങ്ങൾക്ക് എന്താണ് നിങ്ങൾ ബാക്കോട്ട് പോകാൻ കാരണം ജീവിതത്തിൽ. ഒരിക്കലും ജീവിതത്തിലേക്ക് ഒരു ഉയർച്ച വരുന്നില്ല, ഒരിക്കലും ജീവിതത്തിൽ ഉയർന്നിട്ടില്ല, എന്നും കഷ്ടപ്പാടും ദുരിതമായി ജീവിക്കുന്നവരാണെങ്കിൽ ഒന്ന് പരിശോധിപ്പിക്കുന്നത് നന്നായിരിക്കും. ചെറിയ പരിഹാരങ്ങൾ ചെയ്താൽ പോലും നിങ്ങളുടെ ജീവിതത്തിലെ മാറ്റങ്ങൾ നിങ്ങൾക്ക് അനുഭവിച്ചറിയാൻ കഴിയും. ചില തടസ്സങ്ങളായിരിക്കും, ചെറിയ ചെറിയ തടസ്സങ്ങളായിരിക്കും നമ്മളെ വലിയ വലിയ ബുദ്ധിമുട്ടിലേക്ക് എത്തിക്കുന്നത്. അതിന് അറുതി വരുത്താൻ കഴിയും. തീർച്ചയായിട്ടും പരിശോധിപ്പിക്കുക. എന്തായാലും നമ്മുടെ ഇവിടെ എല്ലാ അമാവാസിക്കും ശക്തയ പൂജയും പുഷ്പാഞ്ജലിയും ഉണ്ട്, ഫ്രീ ആയിട്ട്. അതിൽ നിങ്ങളുടെ പേരും നക്ഷത്രവും ചേർക്കാൻ ആഗ്രഹിക്കുന്നവർ പുഷ്പാഞ്ജലി ചെയ്യുന്നതിൽ നിങ്ങളുടെ പേരും നക്ഷത്രവും ചേർക്കാൻ നിങ്ങൾക്ക് ആഗ്രഹമുണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ പേരും നക്ഷത്രവും കമന്റായി രേഖപ്പെടുത്തുക. ഓം നമോ നാരായണായ എന്ന മന്ത്രം ജപിച്ചുകൊണ്ട് നമുക്ക് ഈ വീഡിയോ അവസാനിപ്പിക്കാം. ഭഗവാൻ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് പുതിയൊരു അധ്യായത്തിൽ പുതിയൊരു അറിവുമായി നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. നന്ദി, നമസ്കാരം.